ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ രാവിലെ ഞാൻ മോനെ സ്കൂളിലൊക്കെ വിട്ട് കുഞ്ഞ് ഇവിടെ കിടന്ന് ഉറങ്ങിയപ്പം എൻ്റെ പൊതുവേ ഉള്ളൊരു ശീലങ്ങളിലൊന്നാണ് ഈ ഡയറി എഴുത്ത്. അപ്പോൾ ഈ വർഷത്തെ ഡയറി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വർഷം ഓരോ ദിവസം കഴിയുമ്പോഴും ഞാനിങ്ങനെ ഡയറി എടുത്ത് അതെനിക്കൊരു ശീലമാണ്. ഞാനങ്ങനെ എഴുതാറുണ്ട്. കാരണം ഓരോ ദിവസം നമുക്ക് ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ, ഓരോ ഓർമ്മകൾ, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഞാനൊരു ഡയറിയിൽ കുറിക്കാറുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം പണ്ട് മുതലേ ഞാനങ്ങനെ ശീലം എനിക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ് മുതൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡയറിയിൽ എഴുതി സൂക്ഷിക്കും. പിന്നെ അത് ഞാൻ ആ ഒരു വർഷം ഫുൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും വെച്ച് 1-2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതിനെൻ്റെ കയ്യിൽ കിട്ടും. ഞാനത് വായിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ആ ഓർമ്മകളിലോട്ട് പോകുന്നത്. അതുപോലെയല്ലേ നമ്മളിപ്പം ഒരു കഴിഞ്ഞ 2-3 മാസം മുമ്പ് ചെയ്തത് നമുക്ക് ചിലപ്പോൾ ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഓർക്കണമെന്നില്ല. പക്ഷേ ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കുമ്പം അത് പിന്നെ എനിക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഞാനത് എടുത്ത് വായിക്കുമ്പോൾ അന്ന് ഇങ്ങനെയൊക്കെയായിരുന്നു, അങ്ങനെയുള്ള ഓർമ്മകൾ എനിക്കുണ്ടാവാറുണ്ട്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ഡയറി എഴുതുന്നവരുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ, അങ്ങനെ എഴുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഡയറി. അന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ഡയറിയിൽ എഴുതി വച്ച് പിന്നെ അതൊരു ദിവസം നമുക്കെടുത്ത് എനിക്ക് ഓർക്കാത്ത കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കും. ഓരോ ദിവസങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്തോർത്ത് ചിലപ്പോൾ എഴുതുമ്പം ഞാൻ ഒരു ദിവസം ഇടവിട്ടൊക്കെ ആയിരിക്കും എഴുതുന്നത്. എന്നും ഒന്നും എഴുതാൻ എനിക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പം ഓരോ ദിവസം ഇടവിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് കണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കേ.